കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണം. അന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ചില കൽഭരണികളും അവിടെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. യേശുവിന്റെ കാലത്ത് ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന കൽഭരണികളാണ് ഈ കാണുന്നത്. പഴയ ഒരു സിനഗോഗിന്റെ ബാക്കിഭാഗമാണ് ഈ കാണുന്നത്. സമയം ഏറെ വൈകി ഞങ്ങൾ ഹോട്ടലിലേക്ക് വിശ്രമത്തിനായി തിരിച്ചു. പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ആദ്യ യാത്ര താബോർ മലയിലേക്കാണ്. പോകും വഴി റെസ്റ്റ് പീസ് വാലി കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ കോപാകുലരായ സിനഗോഗിലെ ആളുകൾ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാനായി യേശുവിനെ കൊണ്ടുപോയത് ഈ മലമുകളിലാണ്. ഈ ഭാഗം ലൂക്കാ 4:28 നാം കാണുന്നു. നന്ദിയായി നൽകുന്നു എൻ ജീവിതം. ഞങ്ങളുടെ ബസ് ദുബൈറിയ എന്ന സ്ഥലത്ത് എത്തി. പഴയ നിയമത്തിലെ ദബേര എന്ന ആളുടെ നാമത്തിലാണ് ഈ ഗ്രാമം. ഇവിടെ നിന്നാണ് താബോർ മലയിലേക്കുള്ള യാത്ര. കളിമണ്ണു പോലെന്നെ തിരുവുള്ളം പോൽ നീ വാർത്തെടുക്കണമേ. ബസ്സുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. തുടർന്നുള്ള യാത്ര ടാക്സിയിലാണ്. ഒരു ടാക്സിയിൽ 10 പേർക്ക് മാത്രമാണ് പ്രവേശനം. 4 വാഹനങ്ങളിലായി ഞങ്ങൾ താബോർ മലയിലേക്ക് യാത്രയായി. ചുരം കയറി വേണം മുകളിലെത്താൻ. 24 വലിയ ഹെയർപിൻ വളവുകൾ. എല്ലായ്പ്പോഴും കൃഷി നടക്കുന്ന സ്ഥലമാണ് ഇവിടം. വെള്ളവും മഴയും ധാരാളമുണ്ട് ഇവിടെ. അന്തരീക്ഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുന്നു. നല്ല തണുപ്പും. ഞങ്ങൾ മല കയറും തോറും മഞ്ഞ് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. നീ നൽകിടുന്നൊരാ സഹനങ്ങളൊക്കെയും മിഴിനീരായി ചേർക്കുന്നീ പൊൻകാസയിൽ. നീ നൽകിടുന്നൊരാ സഹനങ്ങളൊക്കെയും മിഴിനീരായി ചേർക്കുന്നീ പൊൻകാസയിൽ. കുരിശിന്റെ മാറിലെ ബലി പോലി കാഴ്ചയെ ഉയരുന്ന സുഗന്ധത്തിൻ ധൂപമാക്കണമേ. കുരിശിന്റെ മാറിലെ 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ താബോറിലെത്തി. അവിടെ 2 ദേവാലയങ്ങളുണ്ട്. ഒരു ദേവാലയം കത്തോലിക്കരുടെ കൈവശമാണ്. ബാറൂച്ചി എന്ന മുസ്ലിം പണ്ഡിതൻ ബൈബിൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ബൈബിളിനോട് അദമ്യമായ ഒരു താല്പര്യമുണ്ടായി. അദ്ദേഹമാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. കൂടാര മോഡലിലാണ് ഈ പള്ളി. പീഡാനുഭവ പ്രവചനത്തിനു ശേഷം യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ആ മല താബോർ മലയാണെന്ന് പാരമ്പര്യം വിശ്വസിക്കുന്നു. അവിടെ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ ബലിയർപ്പിച്ചു. വെളിപാട് 16:16 കാണുന്ന ഹെർമാഗെദോൺ ഇവിടെയാണ് എന്ന് ഗൈഡ് കൂട്ടിച്ചേർത്തു.
സ്വർഗത്തിനുടയവനേ, പാരിന്റെ പാലകനേ, അങ്ങേ നാമം പൂജിത നാമം, അവിടുത്തെ രാജ്യം വരേണം, അവിടുത്തെ രാജ്യം വരേണം. സ്വർഗത്തിനുടയവനേ, പാരിന്റെ പാലകനേ, അങ്ങേ നാമം പൂജിത നാമം, അവിടുത്തെ രാജ്യം വരേണം, അവിടുത്തെ രാജ്യം വരേണം. താബോർ മലയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ജോർദാൻ നദിയിലേക്കാണ് ഇനിയുള്ള യാത്ര. സ്വർഗത്തിനുടയവനേ, പാരിന്റെ പാലകനേ, അങ്ങേ നാമം പൂജിത നാമം, അവിടുത്തെ രാജ്യം വരേണം. റോഡിന്റെ ഇരുഭാഗത്തും വലിയ മലകളാണ്. ഹെർമോൺ മലയിൽ നിന്ന് വരുന്ന ജോർദാൻ നദി ഒഴുകി ഗലീല തടാകത്തിലെത്തുന്നു. അവിടെ നിന്ന് വീണ്ടും ഒഴുകി ചാവുകടലിൽ പതിക്കുന്നു. ഗലീലയിൽ നിന്ന് ചാവുകടലിലേക്ക് ഒഴുകുന്ന കൈവഴി യാത്രയിൽ ദൃശ്യമാണ്. ദിനമതുതോറും വേണ്ട ഭോജ്യം തന്നരുളേണം, ഓരോ ദിനമതുതോറും വേണ്ട ഭോജ്യം തന്നരുളേണം. സോദരരോടായി ഞങ്ങൾ ക്ഷമയേകുന്നതുപോലെ ഞങ്ങൾ തൻ പിഴയെല്ലാം ക്ഷമിച്ചു നീ തുണയേകൂ. നാഥ നീ വരമേ. പോകും വഴി ഗൈഡ് ഖോരാൻ കുന്നുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ജോർദാനോട് ചേർന്ന് കിടക്കുന്ന പർവ്വതനിരയാണിത്. ഈ കുന്നുകൾക്ക് വേണ്ടിയാണ് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിനുടയവനേ, പാരിന്റെ പാലകനേ, അങ്ങേ നാമം പൂജിത നാമം, അവിടുത്തെ രാജ്യം വരേണം, അവിടുത്തെ രാജ്യം വരേണം. ഞങ്ങൾ ജോർദാൻ നദിക്കരയിലെത്തി. നദിക്കരയിൽ വലിയ ഒരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട്. നദിയിലേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ നിന്ന് വെള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കണം. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പാപം നിറയും ലോകം നിന്റെ വചനം നീർനായ്ക്കളുടെയും എലികളുടെയും വാസസ്ഥലമാണ് ഇതെന്ന് തോന്നുമാറ് അത്രയ്ക്കധികം ജീവികൾ ഈ വെള്ളത്തിലൂടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്കഭയം പാപപ്രലോഭനത്തിൽ തകരാതെ കാത്തിടേണം, ദുഷ്ടാരൂപിയിൽ നിന്നും നിൻ കരതാരിൽ ചേർക്കേണം, നിൻ കൃപയേകിടേണം. നദീതീരത്ത് വെച്ച് വൈദികർ ഞങ്ങളുടെ ജ്ഞാനസ്നാന വ്രതം പുതുക്കി. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച നിമിഷത്തിൽ സ്വർഗം തുറക്കപ്പെട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വന്ന് പറഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ജ്ഞാനസ്നാന വ്രതം ഒരിക്കൽ കൂടി നവീകരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈശോയെ അവിടുത്തെ വലിയ കൃപയാഭിഷേകവും ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവേ, അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ വിശ്വാസം നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ജ്ഞാനസ്നാന സമയത്ത് നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി പറഞ്ഞ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ വിശ്വാസം നമ്മളിപ്പോൾ പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ച് പതുക്കെ സാവധാനം നിർത്തി അർത്ഥം മനസ്സിലാക്കി നമുക്കൊരിക്കൽ ചൊല്ലി പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരിക. പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? രക്ഷകനായ യേശുവിനെ നിങ്ങളുടെ ക്രിസ്തുവും നാഥനുമായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ? പരിശുദ്ധ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതകളെല്ലാം അത് നിങ്ങൾക്ക് ഗ്രാഹ്യങ്ങളാണെങ്കിലും അഗ്രാഹ്യങ്ങളാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കുന്നുവോ? ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഏറ്റുപറഞ്ഞ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അഭംഗരം പാലിക്കുവാൻ നമുക്ക് വലിയ കൃപയും അഭിഷേകവും ലഭിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഇപ്പോഴെപ്പോഴും നീക്കും. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛന്മാര് ഓരോരുത്തരുടെ തലയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇടുക്കം കൂട്ടുന്ന കാര്യമില്ല. ഒന്ന് ലൈനായിട്ട് നിന്നാൽ മതി. 25 മിനിറ്റ് സമയമുണ്ട്. തല തുടച്ച് കളയണം. അത് കഴിയുമ്പോളെ നന്മറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം 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 പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ദീപ്തി പരത്തിയ പാവനാത്മാവേ ജ്ഞാനവും ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടുന്നേ ഗണമേ.
പതാക ഉയർത്തി ഞങ്ങൾ ഒരുമിച്ച് ദേശീയഗാനം ആലപിച്ചു. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ടു ഗനേസറത്ത് തടാകം എന്ന് പറയുന്നതും ഗലീലി കടൽ എന്ന് പറയുന്നതും തിബേരിയാസ് കടൽ എന്ന് പറയുന്ന ഒരേ സ്ഥലം തന്നെയാണ്. 13 കിലോമീറ്റർ നീളവും 7 കിലോമീറ്റർ വീതിയുമുള്ള ഈ സ്ഥലം കടലെന്നറിയപ്പെടാൻ കാരണം ഇവിടെ ഓളങ്ങൾ ഇങ്ങനെ വെട്ടുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈശോ നടന്ന പരിശുദ്ധമായ വെള്ളത്തിന്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ തടാകത്തിന്റെ തീരത്ത് കർത്താവ് വന്നപ്പോൾ 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്ന അവൻ കണ്ടു. ഒന്ന് പത്രോസിൻ്റെതായിരുന്നു. ആ വള്ളത്തിന്റെ അടുത്താണ് കർത്താവ് നിന്നിരുന്നത്. ഹല്ലേലൂയ. ഇതാ കർത്താവ് തന്നെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ച പ്രധാനപ്പെട്ട സ്ഥലം ഈ ഗലീലി കടൽ തീരമാണ്. അതുപോലെ തന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയത് ഇതിന്റെ തീരങ്ങളിലാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനോഹരമായ കർത്താവിന്റെ പാദസ്പർശനമേറ്റ കടൽ തീരത്തുകൂടി നമ്മൾ സഞ്ചരിച്ച് കടലിലൂടെ പോകാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ കർത്താവ് പത്രോസിനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് ഭയപ്പെട്ട് മുങ്ങി താണപ്പോൾ കൈപിടിച്ചുയർത്തിയ സ്ഥലവും ഇവിടെ തന്നെയാണ്. ഈശോയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗ സ്ഥലവും കർത്താവ് ചെലവഴിച്ചത് ഈ ഗലീലി കടലിന്റെ തീരത്തായതുകൊണ്ടാണ് കർത്താവിനെ ഗലീലയൻ എന്ന് വിളിക്കാനുള്ള കാരണം. മാത്രമല്ല നസ്രത്ത് ഇതിനടുത്തുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈശോയുടെ പേര് നസ്രായൻ എന്ന് അറിയപ്പെടാൻ ഉള്ള കാരണവും. അതുകൊണ്ടാണ് കുരിശിന്റെ മുകളിൽ INRI എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് വിളിച്ച് തന്റെ ആദ്യത്തെ ശിഷ്യന്മാരായിട്ട് കൂടെ കൊണ്ടുപോയപ്പോൾ അവർ അത്ഭുതപ്പെടാനുണ്ടായിരുന്ന കാരണം അത്ഭുതകരമായ മീൻപിടുത്തം നടന്നത് ഇവിടെയാണ്. കർത്താവ് അവരോട് ചോദിച്ചു, കർത്താവ് വള്ളത്തിൽ കയറിയിരുന്ന ആദ്യം അവരോട് വചനം പറയുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു, മീൻ പിടിക്കാൻ. ഉടനെ പത്രോസ് എന്താ മറുപടി പറഞ്ഞത്? പത്രോസ് മറുപടി പറഞ്ഞത് എന്താണ്? ഗുരു എന്നാ വിളിക്കുന്നത്. ഗുരു എന്ന് വിളിക്കാൻ കാരണം ഇസ്രായേൽക്കാര് ഒരു റബ്ബിയെ വിളിക്കുന്നതാണ് ഗുരു എന്ന്. അപ്പോ ആരൊക്കെയാണോ ജ്ഞാനെന്നറിഞ്ഞ് പഠിപ്പിക്കുന്നത് ആ വ്യക്തിയാണ് റബ്ബി എന്ന് വിളിക്കുന്നത്, ഗുരു. അപ്പൊ ഗുരു എന്ന് പത്രോസ് ആദ്യം വിളിച്ചു. കാരണം ഒരുപാട് നേരം കർത്താവ് വചനം പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പത്രോസ് ആദ്യം വിളിക്കുകയാണ്, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. അത് എവിടെയാണ് സ്ഥലമെന്ന് എനിക്ക് അറിയത്തില്ല. ആഴം ഏതെങ്കിലും സ്ഥലത്തായിരുന്നു, തീരത്തായിരുന്നു കർത്താവ് വന്നിരുന്നത്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞ ഇങ്ങനെയാണ്, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് വീണ്ടും വലയിറക്കുന്നത് ഈ കടലിന്റെ തീരത്താണ്. നമ്മൾ ഈ ഗലീലി കടൽ തീരത്ത് നിന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. വല, വള്ളം, വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വചനങ്ങളെല്ലാം നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളിപ്പോ ഈ വള്ളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മളൊരു തീർത്ഥാടകരാണ്. സത്യത്തിൽ ഈ ലോക ജീവിതം കൂടി വന്നാല് 70 അല്ലെങ്കിൽ 80. സങ്കീർത്തനം 90:7 പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എത്രയാണ്? 70 അല്ലെങ്കിൽ 80. അപ്പൊ 80 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഉണ്ട്, അവർക്ക് ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി.
അപ്പൊ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഈ ലോകം വിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകം ഒരു വാടക വീടാണ്, ഇതൊരു റെന്റഡ് ഹൗസാണ്. അപ്പൊ അതുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞു വല ആഴത്തിലേക്ക് ഇറങ്ങുക. അതിന്റെ അർത്ഥം ഇതാണ്, വല എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ദൈവരാജ്യമാകുന്ന വലയിലേക്ക് ആത്മാക്കളാകുന്ന മനുഷ്യനെ പിടിച്ചു കയറ്റാനാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് കർത്താവ് വലയിറക്കാൻ പറഞ്ഞു. ഇതാ കർത്താവ് പറഞ്ഞതനുസരിച്ച് പത്രോസ് വലയിറക്കിയപ്പോൾ വല നിറച്ച് മത്സ്യങ്ങൾ കയറുന്ന വചനം പറയുന്നത്. വല നിറയോളം മത്സ്യങ്ങൾ കയറി. അതിന്റെ കാരണം ഇതാണ്, യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോൾ ആ സമയം തന്നെ ഈ ഗലീലി കടലുണ്ടായിരുന്ന എല്ലാ മീനുകളും അവിടെ എത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോമാസ് ലീഹായെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തിരുവിലാവിൽ നിന്റെ വിരൽ കൊണ്ട് തൊടാൻ പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയാകാൻ പറഞ്ഞപ്പോൾ തോമാസ് ലീഹ വിരലും കൊണ്ട് വന്ന് കർത്താവിന്റെ തിരുവിലാവിൽ തൊട്ടപ്പോൾ ആ തൊട്ട നിമിഷത്തില് തോമാസ് ലീഹ എന്താ കണ്ടെന്നറിയാവോ? സ്വർഗം കണ്ടതുകൊണ്ടാണ് കർത്താവേ എന്ന് വിളിച്ചത്. നമ്മൾ ഇന്നലെ പഠിക്കാൻ ആഗ്രഹിച്ച ഒരു പാട്ട് ഇപ്പോൾ നമ്മുടെ സാഹുബ് നമ്മളെ പഠിപ്പിക്കും. പരലോകം നോക്കി സൊല്ലം പോകരേൻ വാരുങ്ക വാരുങ്ക നീങ്ക വാരുങ്ക. ഈ പാട്ട് അതിന് വേഴ്സ് ഞാൻ പറഞ്ഞുതരാം. പരലോകം നോക്കി സൊല്ലം പോകരേൻ പറഞ്ഞേ, സൊല്ലം പോകരേൻ വാരുങ്ക വാരുങ്ക നീങ്ക വാരുങ്ക. അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? സ്വർഗ്ഗലോകത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ ഇതാ പോകുന്നു, നിങ്ങളെല്ലാം എൻ്റെ കൂടെ വരുവിൻ. കൂടി പരലോകം നോക്കി ചെല്ലപ്പോകേൻ വാരുങ്ക വാരുങ്ക നീങ്ക വാരുങ്ക. പരലോകം നോക്കി ചെല്ലപ്പോകേൻ വാരുങ്ക വാരുങ്ക നീങ്ക വാരുങ്ക. പരലോകം നോക്കി ചെല്ലപ്പോകേൻ വാരുങ്ക വാരുങ്ക നീങ്ക വാരുങ്ക. 1 മണിക്കൂർ